ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 60 സീറ്റുകളിൽ മത്സരിച്ചേക്കും. RJDയുമായി ഇക്കാര്യത്തിൽ ധാരണയിലെത്തി. സീറ്റ് വിഭജനം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമെന്നുണ്ടായേക്കും. കൂടുതൽ സീറ്റുകൾ നൽകണമെന്ന് ഇടതു പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഘവ്പൂർ മണ്ഡലത്തിൽ തേജസ്വി യാദവ് തന്നെ മത്സരിക്കും. ബീഹാറിൽ നിന്ന് വിശദാംശങ്ങളുമായി വിനീത വിജയാണ് ചേരുന്നത്. വിനീത, ഇന്ന് മുന്നണികൾ കൂടുതൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഒപ്പം തന്നെ ഈ മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകും. ഇനിയും ചില വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്തേണ്ടിയുണ്ടല്ലോ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഉന്മേഷ്, ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കടക്കം പാർട്ടികൾ കടന്നേക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ സീറ്റ് ധാരണ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് NDAയുടേതും ഉണ്ടാകും. ഒപ്പം തന്നെ മഹാസഖ്യത്തിൻ്റെതും ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടി NDAയുടെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ സീറ്റ് ധാരണ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്താനും പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കാനുമായിരുന്നു തീരുമാനം. പക്ഷേ അവസാന ഘട്ടത്തിൽ JDUവും BJPയും തമ്മിൽ ചില സീറ്റ് ധാരണകൾ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായതാണ് ആ വാർത്താ സമ്മേളനം പിന്നീട് മാറ്റിവെക്കുകയും ചർച്ചകൾ നീണ്ടുപോവുകയും ചെയ്തത്. ഏതാണെങ്കിലും ഇപ്പോൾ ആ തർക്കങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം അത് ഈ ധാരണയിലേക്ക് എത്തിയതിനു ശേഷം ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് അക്കാര്യത്തിലൊരു സ്ഥിരീകരണം അറിയിക്കുമെന്നാണ് നമുക്ക് പാർട്ടി വൃത്തങ്ങളിൽ നിന്നൊക്കെ തന്നെ ലഭ്യമായിരിക്കുന്ന വിവരം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 55 സീറ്റ് കോൺഗ്രസിന് നൽകാമെന്നുള്ളതായിരുന്നു RJD പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് 60 സീറ്റുകളെങ്കിലും ലഭിക്കണമെന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. ഏറെക്കുറെ ആ ആവശ്യത്തിലേക്ക് RJD വഴങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 60 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കും. ഇത് സംബന്ധിച്ച RJDയുമായി ധാരണയിലായിട്ടുണ്ട്. ഒപ്പം തന്നെ മഹാസഖ്യത്തിന്റെ സീറ്റ് ചർച്ചകൾ നീണ്ടുപോകുന്നതിൽ ഒരു വിഭാഗം നേതാക്കളടക്കം വലിയ അതൃപ്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക ഈ മാസം 17 വരെയാണ് സമർപ്പിക്കേണ്ടത്. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ദിവസങ്ങൾ അടുക്കുമ്പോഴും ഈ സഖ്യത്തിനുള്ളിൽ ഇപ്പോഴും ഒരു ധാരണ കൂടാതെ ഇങ്ങനെ ചർച്ചകൾ നീണ്ടുപോകുന്നതിൽ വലിയ അതൃപ്തി നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്ത് അത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ BJPയുടെ അടക്കം ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം പട്ടിക ഇന്ന് പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി ഇന്നലെ രണ്ടാം ഘട്ട പ്രഖ്യാപനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ മാസം 15 മുതൽ തന്നെ പ്രചരണത്തിലേക്ക് കടക്കുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രചരണ ചൂടിലേക്ക് പാർട്ടികൾ എത്തുകയാണ്. പക്ഷേ പ്രധാന മുന്നണികളിൽ ഇപ്പോഴും ചില തർക്കങ്ങളുണ്ട്. അത് സംബന്ധിച്ച് ധാരണയിലേക്ക് എത്തിയതിനു ശേഷം ഔദ്യോഗിക പ്രഖ്യാപനങ്ങളിലേക്ക് ഇന്ന് തന്നെ വൈകാതെ കടക്കുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ക്രിസ്റ്റീന ഉമേഷ്. ശരി, വിനീത വിജയാണ് ബീഹാറിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. 17-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം എന്നിരിക്കെ ഇതുവരെയും സ്ഥാനാർത്ഥി കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായില്ല. എങ്കിലും ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം, സീറ്റ് വിഭജനം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നാണ് വിനീത റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.